ഇന്ന് ഞാനും മക്കളും കൂടെ പോത്തീസിലോട്ട് പോവുകയാണ്. എനിക്കൊരു സാരി എടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അമ്മയ്ക്കൊരു ബ്ലൗസ്. ഈ ഇട്ടേക്കുന്ന ചുരിദാർ എല്ലാം പോത്തീസിലെ റണ്ണിങ് മെറ്റീരിയലാണ്. ഞാൻ ഒന്ന് റെഡിമെയ്ഡ് എടുക്കൂല. എൻ്റെ കമന്റ് ബോക്സിൽ എപ്പോഴും വന്ന് ചോദിക്കുന്നതിന് ചേച്ചി അംബ്രല സ്റ്റിച്ച് എത്ര മീറ്ററാണ് എടുക്കുന്നത്? ഞാൻ എപ്പോഴും 5.5 അല്ലെങ്കിൽ 6 എടുക്കുന്നത്. അത് ഡബിൾ അംബ്രല ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ഞാൻ ഇപ്പോൾ ഇട്ടേക്കുന്ന ഈ ഡ്രസ്സിൻ്റെ എൻഡിൽ കണ്ടില്ല, അത് പീക്കോ ചെയ്ത് എടുത്തേനെ. അപ്പോൾ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. കങ്കൂസ് കൊടുത്ത് വേണമെങ്കിൽ പീക്കോ ചെയ്യാം, അല്ലാതെയും കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഏരിയ. ഇവിടെ വന്നിട്ടാണ് ഞാൻ അതും ഇത് ട്രിവാൻഡ്രത്തെ പോത്തീസിൽ മാത്രമല്ല എറണാകുളത്തൊക്കെ പോകുമ്പോഴത്തേക്ക് ഞാൻ എടുക്കാറുണ്ട്. ഇതിൻ്റെ ഞാനൊരു സാരി കൊടുത്തൊരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് എവിടെ നിന്ന് എടുത്തതെന്നൊക്കെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ സാരി ആയിട്ട് എടുക്കുന്നതല്ല, ഇതുപോലെ വെട്ടിയാണ് ഞാൻ എല്ലാ മെറ്റീരിയലും എടുക്കുന്നത്. സാരിക്കാണെങ്കിൽ 6, സ്കേർട്ടിനാണെങ്കിലും 5. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഡ്രസ്സ് എല്ലാം എടുക്കുന്നത്. റെഡിമെയ്ഡ് ഞാൻ എടുക്കാറേ ഇല്ല. എനിക്ക് അങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഒരു കംഫർട്ട് ഇല്ലാത്ത പോലെ തോന്നും. പിന്നെ അവിടുന്ന് ആകെ ഒരു ചുരിദാറിൻ്റെ തുണിയാണ് ഞാൻ എടുത്ത. സാരിയും എടുത്തിട്ടുണ്ടായിരുന്നു, അമ്മയ്ക്കൊരു ബ്ലൗസ്. അത് കഴിഞ്ഞിട്ട് നേരെ ഫാൻസി സെക്ഷനിലാണ് പോയത്. എപ്പോഴും ഞാൻ ജിമിക്കാനിടുന്നത്. അപ്പോൾ എന്നോട് എല്ലാവരും പറയുന്നത് ജിമിക്ക് ഒന്ന് മാറ്റി പിടിക്കുക. അങ്ങനെ ഞാൻ വേറെ കമ്മലൊക്കെ ഒന്ന് ട്രൈ ചെയ്തായിരുന്നേ. അങ്ങനെ അവിടുന്ന് ഇട്ട് നോക്കിയൊരു കമ്മൽ മാത്രമേ എടുത്തുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞ് നേരെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും അമ്മ അവിടെ ചൂടോടെ ഉണ്ണിയപ്പം റെഡിയാക്കുന്നുണ്ടായിരുന്നേ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്ക് ബൈ.